കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട SFI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന അവകാശ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും വിദ്യാർത്ഥികളുടെ അവകാശ പത്രിക അംഗീകരിക്കണമെന്നും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മലപ്പുറം സിവിൽ സ്റ്റേഷനിലേക്ക് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. രാജ്യതലസ്ഥാനത്തെ പോരാളികൾക്ക് മലപ്പുറത്തിന്റെ ഐക്യദാർഢ്യം എന്ന മുദ്രാവാക്യവുമായാണ് പ്രതിഷേധം നടന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, വിദ്യാർത്ഥികളുടെ അവകാശ പത്രിക അംഗീകരിക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ ഉന്നയിച്ചു. ധർണ SFI കേന്ദ്ര കമ്മിറ്റി അംഗം P. താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുകയും വിദ്യാർത്ഥികളുടെ ജനാധിപത്യാവകാശങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നുവരേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എത്ര തന്നെ കഴിവുണ്ടായി കഴിഞ്ഞാലും, എത്ര തന്നെ മാർക്കുകൾ പരീക്ഷയിൽ വാങ്ങിക്കഴിഞ്ഞാലും അവർ ഉദ്ദേശിക്കുന്ന വിദ്യാലയങ്ങളിൽ പഠിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം മാറി. നിങ്ങൾ ഏത് രാജ്യത്താണ് ഞാനെങ്കിലും ജീവിക്കുന്നത്? ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ്, ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്നെല്ലാം നമുക്ക് മുൻപേ നടന്നുപോയ തലമുറ പറഞ്ഞു പഠിപ്പിച്ച ഈ രാജ്യത്ത് 2014 ശേഷം അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയാണ് ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത RSSനെ കുറിച്ചല്ല, ബ്രിട്ടീഷുകാരുടെ സൂനക്കിയ പാരമ്പര്യം പറഞ്ഞ് ഈ രാജ്യത്തിന്റെ ഭരണശാല കേന്ദ്രങ്ങളിലേക്ക് വർഗീയത പറഞ്ഞ് കടന്നു വന്ന RSSനെ കുറിച്ച് വരാൻ വേണ്ടി പോകേണ്ട തലമുറ പഠിക്കേണ്ടതില്ല എന്ന തീരുമാനം നടപ്പിലാക്കുകയാണ് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല. ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും നിന്നെത്തിയ വിദ്യാർത്ഥികൾ മാർച്ചിൽ പങ്കെടുത്തു. SFI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സുജിൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം സ്നേഹ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അബു ഉനൈസ്, T. സഫ്വാൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രോഹിത്, സിനി മറിയം എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം T. ഗോകുൽ നന്ദി രേഖപ്പെടുത്തി. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. +2 ശേഷം നിരവധി ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുകയാണ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി. പഠന പാഠ്യേതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു. ഹൈലി എക്യുപ്ഡ് ഫെസിലിറ്റീസോട് കൂടി ബ്ലഡ് ബാങ്ക് ആൻഡ് മെഡിക്കൽ ലബോറട്ടറി, MRI, CT, ഡിജിറ്റൽ എക്സ്റേ ഉൾപ്പെടെയുള്ള അഡ്വാൻസ്ഡ് മൊഡാലിറ്റീസോട് കൂടി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. പരിശീലനത്തിലൂടെ പഠിക്കാനായി ലാബ് സൗകര്യങ്ങളും മികച്ച ഡോക്ടേഴ്സും. കൂടാതെ ഡയാലിസിസ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ അനസ്തെറ്റിക് ഡിപ്പാർട്ട്മെന്റ് പഠനത്തോടൊപ്പം പ്രാക്ടിക്കൽ സെഷൻസും. നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും. പാരാമെഡിക്കൽ ഫീൽഡിൽ ഏറെ സാധ്യതകളുമായി BSc ആൻഡ് ഡിപ്ലോമ കോഴ്സസ്, BSc ആൻഡ് ഡിപ്ലോമ ഇൻ റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, hospital administration and diploma in dental hygiene and nursing assistant. Nadakavil Hospital Academy of Paramedical Sciences, Nadakavil Hospital Building, Valancheri, Malappuram. Phone 049420840110 7034071111.